കേരള PSC 2024-ലും 2025-ലും നടത്തിയ പരീക്ഷകളിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളെ വിശകലനം ചെയ്യുന്ന നമ്മുടെ ഈ സീരീസിലെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ ക്ലാസ്സിലും നമ്മൾ ചെയ്യുന്നത് പോലെ ഈ ക്ലാസ്സിൽ നമ്മൾ 20 ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ചോദ്യപേപ്പർ എന്ന് പറയുന്നത് LD ക്ലർക്ക് വേരിയസ് കോട്ടയം കോഴിക്കോട് 28/9/2024 നടന്ന പരീക്ഷയിലെ ചോദ്യപേപ്പറാണ്. നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. ഈ താഴെ 4 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏത് സെന്റൻസ് ആണ് ശരിയായ രീതിയിൽ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് പാലിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. നോക്കുക. ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഈസ് ഗോയിങ് ഓൺ എ ഫീൽഡ് ട്രിപ്പ് ടുമോറോ. ഷീ ആൻഡ് ഹർ ബ്രദർ ഗോസ് ടു ദ ജിം എവരി ഈവനിങ്. ദ കാർ പാർക്ക് ഇൻ ദ ഡ്രൈവേ ആർ മൈ പേരൻസ്. മൈ കളക്ഷൻ ഓഫ് ബുക്സ് ഈസ് ഇൻക്രീസിങ് എവരി മന്ത്. ഇവിടെ എന്തായിരിക്കും നോക്കുക, ഇവിടെ ഏതൊക്കെ ആയിരിക്കും ശരി? നോക്കാം. ഈ ബിയും സിയും കാണുമ്പോഴേ നമുക്കറിയാം തെറ്റാണ്. കാരണം ഷീ ആൻഡ് ഹർ ബ്രദർ എന്ന് പറയുമ്പോൾ രണ്ടുപേരുണ്ട്. രണ്ടുപേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പ്ലൂറലാണ്. ഇപ്പൊ വെർബും പ്ലൂറലായിരിക്കണം. ഇവിടെ ഗോ എന്നേ വരാവും. ഓക്കെ, അപ്പൊ ഇത് തെറ്റാണ്. ഇനി അടുത്ത ദ കാർ പാർക്ക് ഇൻ ദ ഡ്രൈവേ ആർ മൈ പേരൻസ് എന്ന് പറയുമ്പോൾ നോക്കുക. ദ കാർ പാർക്ക് എന്ന് പറയുമ്പോൾ ദ കാറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് സിംഗുലർ ആണ്. സോ ഇവിടെ ആറ് വരാൻ പാടില്ല. ഇതും തെറ്റാണ്. ഇനി നമ്മൾ നോക്കുമ്പോൾ ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നു. നമുക്കറിയാം എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസും ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസും തമ്മിലുള്ള വ്യത്യാസം. എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറലാണ്. ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. സോ ഇവിടെ സിംഗുലർ വന്നു. ഇത് ഓക്കെയാണ്, ഇത് കറക്റ്റ് ആണ്. എ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ നോക്കുമ്പോൾ മൈ കളക്ഷൻ ഓഫ് ബുക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇതൊരു എന്താണ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിട്ട് വന്ന് നിൽക്കുകയാണ്. സോ അങ്ങനെ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ പ്രിപ്പോസിഷന് മുന്നിൽ വരുന്നതിനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഇവിടെ ഓഫ് ആണ്. ഓഫിനാണ് പ്രിപ്പോസിഷൻ. അതിന് മുമ്പ് വന്നിരിക്കുന്നത് മൈ കളക്ഷനാണ്. മൈ കളക്ഷൻ എന്ന് പറയുമ്പോൾ സിംഗിളർ ആണ്. സോ ഇവിടെ ഈസ് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നോക്കുമ്പോൾ ഈ രണ്ട് സെന്റൻസും കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഓപ്ഷനിൽ ഒന്നിൽ കൂടുതൽ ആൻസർ വന്നു. ഇത് രണ്ടും ആൻസറാണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ only 1 and 2 എന്നൊക്കെ രീതിയിൽ എഴുതാം, അല്ലെങ്കിൽ 1 and 4 എന്നുള്ള രീതിയിലൊക്കെ എഴുതാമായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് ആൻസർ വന്ന സ്ഥിതിക്ക് PSC എന്ത് ചെയ്തിരിക്കുന്നു? ഈ ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്തിരിക്കുക. ഓക്കെ, കാരണം രണ്ട് ആൻസർ വന്നു, അതുകൊണ്ട്. ഇനി അടുത്ത നമുക്ക് നോക്കാം. ചൂസ് ദ കറക്റ്റ് പങ്ക്ച്വേഷൻ ഫോർ ദ ഫോളോയിങ് സെന്റൻസ്. ഇവിടെ കുറെ സെന്റൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ പറയുന്നത് ഷീ ഓപ്പൺ ദ ഡോർ ആൻഡ് എക്സ്ക്ലൈംഡ് വാട്ട് എ സർപ്രൈസ് എന്ന് പറയുന്ന സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. ഈ സെന്റൻസിൽ ശരിയായ രീതിയിൽ എന്താ പങ്ക്ച്വേഷൻ കൊടുത്തിരിക്കുന്നത് ഏതെന്നാ ചോദ്യം. നമുക്കറിയാം ഷീ ഓപ്പൺ ദ ഡോർ ആൻഡ് എക്സ്ക്ലൈം എന്ന് പറയുമ്പോൾ ഒരു കോമ വരണം. എന്നിട്ടാണ് ഡയറക്റ്റ് സ്പീച്ച് പറയേണ്ടത്. ഡയറക്റ്റ് സ്പീച്ച് എന്താണ്? വാട്ട് എ സർപ്രൈസ്. അത് ഡബിൾ ഇൻവെർട്ടഡ് കോമ ഇടണം. പിന്നെ ഈ സെന്റൻസിനനുസരിച്ച് നമ്മൾ പങ്ക്ച്വേഷൻ ഇടണം. നോക്കാം. വാട്ട് എ സർപ്രൈസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. സോ എക്സ്ക്ലമേഷൻ മാർക്ക് വേണം അല്ലേ? അപ്പൊ അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് ഏതാണ് നോക്കുമ്പോൾ ഇതാണ്. ഷീ ഓപ്പൺ ദ ഡോർ ആൻഡ് എക്സ്ക്ലെയിംഡ്, കോമ വന്നിട്ടുണ്ട്. വാട്ട് എ സർപ്രൈസ്, എക്സ്ക്ലമേഷൻ മാർക്ക് വന്നിട്ട് ഡബിൾ ഇൻവെർട്ടഡ് കോമ അല്ലേ? അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. എ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഹൈഫനാ കൊടുത്തിരിക്കും. കോമയ്ക്ക് പകരം ഹൈഫനാ കൊടുത്തിരിക്കും. ഇവിടെ ആണെങ്കിൽ എന്താണ് കോളൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ കോമ ഇല്ല, എക്സ്ക്ലമേഷൻ മാർക്കും ഇല്ല അല്ലേ? അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് നോക്കുമ്പോൾ സെലക്ട് ദ സെന്റൻസ് ദാറ്റ് യൂസസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ് ടു ബി ഇൻ ദ പാസ്റ്റ് ടെൻസ്. അതായത് ബി എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് ഫോം ശരിയായിട്ട് എഴുതിയിരിക്കുന്നത് എവിടെയാണെന്ന ചോദ്യം. നോക്കുക. യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണല്ലോ. അങ്ങനെ അപ്പോൾ ഇവിടെ ഷീ റാൻ എന്നായിരുന്നു വരേണ്ടിരുന്നത്. അതുമല്ല, ഇതൊരു ബി ഫോം അല്ല. അപ്പൊ നമുക്ക് പരിഗണിക്കേണ്ട. ബി ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെയാ? ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ. ഇത്രയാണ് ടെൻസ് ഫോം ഉള്ള ബി ഫോം. പിന്നെ വേറെ ഉണ്ട് ബി, ബി. ഓക്കെ, അപ്പോൾ ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ ഇത്രയും നമ്മൾ നോക്കിയാൽ മതി. അല്ലെങ്കിൽ വിൽ ബി, ഷാൾ ബി. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ദേ, ഇത് ബി ഫോം ആണ്. പക്ഷേ ഇവിടെ ദേ വന്ന സ്ഥിതി ഹാവ് ബീൻ എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പൊ ഇത് തെറ്റ്. ഇവിടെ നോക്കാം. വെയർ ബി ഫോം ആണ്. പക്ഷെ ഹി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തേ വരാവൂ?
വാസേ വരാവും. അപ്പൊ ഇതും തെറ്റാണ്. എന്നാൽ നോക്കാം വി. ഓക്കെ, വേർ വി ഫോം ആണ്. അപ്പൊ വിയുടെ കൂടെ വേർ എഗ്രി ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. എല്ലാം കൊണ്ട് ശരിയായിരിക്കുന്നത് ആണ്ട് ഇതാണ്. കാരണം എസ്റ്റർഡേ എന്ന് വന്നപ്പോൾ നമുക്കറിയാമല്ലോ പാസ്റ്റ് ടെൻസ് ആണ്. സോ പാസ്റ്റ് ടെൻസിൽ ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം ആണ് വരേണ്ടത്. എസ്റ്റർഡേ സിമ്പിൾ പാസ്റ്റിന്റെ ടൈമിംഗ് വേർഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം ഏതൊക്കെയാണ് നമുക്കറിയാമല്ലോ. ഏതൊക്കെയാ? വാസും വേറുമാണ്. വാസ് നമ്മൾ സിംഗുലറിന്റെ കൂടെ ഉപയോഗിക്കും, വേർ പ്ലൂറലിന്റെ കൂടെ ഉപയോഗിക്കും. അപ്പൊ ഇവിടെ വി പ്ലൂറൽ ആയതുകൊണ്ട് വേർ നമ്മൾ ഉപയോഗിച്ചു. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസ് ഓഫ് എ മോഡൽ വെർബ്. മോഡൽ വെർബിന്റെ ശരിയായ രീതി ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഐ ക്യാൻ വെന്റ് ടു ദ സ്റ്റോർ യെസ്റ്റർഡേ. ഇവിടെ നോക്കുമ്പോൾ ക്യാൻ എന്ന് പറയുന്നത് മോഡൽ ആക്സറി ആണ്. മോഡൽ ആക്സറി ശേഷം നമ്മളൊരു വെർബ് എഴുതുവാണെങ്കിൽ അതിന്റെ യഥാർത്ഥ രൂപമേ എഴുതാവൂ. അപ്പം ഇവിടെ വെന്റ് എന്നല്ല വരേണ്ട, അതിന്റെ യഥാർത്ഥ രൂപം എന്താണ്? ഗോ ആണ്. ഐ ക്യാൻ ഗോ എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. അപ്പൊ അങ്ങനെ അല്ലാത്തത് തെറ്റി. യു മസ്റ്റ് മോഡൽ ആക്സറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടു പ്ലസ് വെർബ് എഴുതാൻ പാടില്ല, യഥാർത്ഥ വെർബ് ഫോം എഴുതാവും. ഇവിടെ ടു വേണ്ടായിരുന്നു, ടു ഇല്ലായിരുന്നെങ്കിൽ കറക്റ്റ് ആയേനെ. ഇതും തെറ്റാണ്. ഷീ മൈറ്റ് ക്യാൻ, രണ്ട് മോഡൽ ആക്സറി ഒരുമിച്ച് വരാൻ പാടില്ല. മൈറ്റ് ഒരു മോഡൽ ആക്സറി ആണ്, ക്യാനും ഒരു മോഡൽ ആക്സറി ആണ്. അങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് വരാൻ പാടില്ല. അപ്പൊ അതും തെറ്റാണ്. അടുത്ത് നോക്കുമ്പോൾ വി ഷുഡ് ബ്രിങ്. ഓക്കെ, ഷുഡ് എന്താ മോഡൽ ആക്സറി ആണ്, ബ്രിങ് V1 ഫോം ആണ്, യഥാർത്ഥ രൂപമാണ്. സോ അങ്ങനെ ഇതാണ് കറക്റ്റ് ആൻസർ. വി ഷുഡ് ബ്രിങ് ആൻ അംബ്രല്ല ഇൻ കേസ് ഓഫ് റെയിൻ. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഐഡന്റിഫൈ ദ കറക്റ്റ് ട്രാൻസ്ഫർമേഷൻ ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. നോക്കുക, അതായത് ഇവിടെ ഡയറക്റ്റ് സ്പീച്ച് എന്താ കൊടുത്തിരിക്കുന്നത്? ദ ടീച്ചർ സെറ്റ് ദ എക്സാം വിൽ ബി ഹെൽഡ് ദ നെക്സ്റ്റ് വീക്ക്. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയത് എങ്ങനെയായിരുന്നു വരേണ്ടിയിരുന്നത്? ദ ടീച്ചർ സെറ്റ് ദാറ്റ് ദ എക്സാം വുഡ് ബി, വില്ല് മാറി എന്താവണം? വുഡ് ബി ആവണം. ബി ഹെൽഡ് ദി നെക്സ്റ്റ് വീക്ക് എന്നുള്ളത് ഫോളോയിങ് വീക്ക് എന്ന് വരണം. ദ ഫോളോയിങ് വീക്ക് എന്ന് വരണം. അപ്പൊ നെക്സ്റ്റ് വീക്ക് ദ ഫോളോയിങ് വീക്ക് ആവണം. ഇവിടെ വില്ല് എന്നുള്ളത് വുഡ് ആവണം. വുഡ് ബി, ദ എക്സാം വുഡ് ബി ഹെൽഡ് എന്ന് വരണം. അപ്പൊ നോക്കുമ്പോൾ ഇവിടെ ദ എക്സാം വിൽ ബി എന്ന് വന്നിരിക്കുന്നത് തെറ്റ്. ഇവിടെ എക്സാം വുഡ് ബി വന്നിട്ടുണ്ട്, ഓക്കെയാണ്. പക്ഷെ ഇവിടെ നെക്സ്റ്റ് വീക്ക് തന്നെ എഴുതിയിട്ടുണ്ട്, ഇതിനെ റിപ്പോർട്ട് ചെയ്തില്ല. ഫോളോയിങ് എന്നാക്കണമായിരുന്നു. ഇവിടെ വിൽ ബി വന്ന സ്ഥിതി തെറ്റാണ്, പക്ഷെ ഇവിടെ ഫോളോയിങ് വീക്ക് എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല. ഇവിടെ ഫോളോയിങ് വീക്ക് വന്നാൽ ഇവിടെ കറക്റ്റ് ആവണം. അപ്പൊ അതും തെറ്റാണ്. ഇവിടെ നോക്കാം, ഇവിടെ വിൽ ബി എന്ന് വന്നിരിക്കുന്നത്, അതും തെറ്റാണ്. അപ്പൊ നോക്കുമ്പോൾ ഇവിടെ എന്താ പ്രശ്നം? വുഡ് ബി എന്ന് കറക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഈ സെന്റൻസിൽ മാത്രമേ വുഡ് ബി എന്ന് ശരിയായിട്ട് വന്നിട്ടുള്ളൂ. പക്ഷെ ഇവിടെ എന്താ? ഈ നെക്സ്റ്റ് വീക്കിനെ റിപ്പോർട്ട് ചെയ്തിട്ട് എഴുതിയിട്ടില്ല. നെക്സ്റ്റ് വീക്ക് അതുപോലെ തന്നെ എടുത്തെഴുതിയിരിക്കുക. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ അങ്ങനെ ഈ ക്വസ്റ്റ്യൻ എന്തില്ല? ആൻസർ ഇല്ല. സോ അങ്ങനെ ഇതും PSC എന്തിരിക്കുക? അവോയ്ഡ് ചെയ്തിരിക്കുക. ഇത് നോക്കുക, അടുത്ത ചോദ്യം ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ക്ലാസ് സ്ഥിരമായി കാണുന്ന എല്ലാവർക്കും അറിയാം. അതായത് ഓരോ ക്ലാസ്സിലും അടുത്ത ക്ലാസ്സിൽ, ഇനി വരാൻ പോകുന്ന ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം ഞാൻ തരും. നിങ്ങൾക്കൊരു എന്താണ്, ഒരു ആക്ടിവിറ്റി പോലെ, ഒരു റിവിഷൻ പോലെ. അപ്പം നിങ്ങളത് ഈ പറയുന്ന ക്ലാസ്സിൽ അതിൻ്റെ ആൻസർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതായിരുന്നു ആ ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ക്ലാസ്സിലും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് LD Clerk വേരിയസ് ബൈ ട്രാൻസ്ഫർ ആണ്. അത് 9/10/2024, അതായത് ഒക്ടോബർ 9 നടന്ന പരീക്ഷയിലെ ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ 85ാമത്തെ ചോദ്യമാണ്. ഇത് നമുക്ക് ആക്ച്വലി അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യേണ്ട ചോദ്യങ്ങളാണ്, ചോദ്യപേപ്പറാണ്. അപ്പൊ ഇതാണ് ഈ ക്ലാസ്സിൽ തരുന്ന ചോദ്യം. വിച്ച് ഓഫ് ദ സെന്റൻസ് ഈസ് റോങ്? ഇതിനകത്ത് ഏത് സെന്റൻസ് ആണ് റോങ്? ബോത്ത് ആര്യ ആൻഡ് അമൃത ലൈക്ക് സ്വിമ്മിംഗ് ആണോ? നൈദർ ആര്യ നോർ അമൃത ലൈക്സ് സൈക്ലിംഗ് ആണോ? ഐ വുഡ് റാദർ ടു ഹാവ് എ കപ്പ് ഓഫ് കോഫി ആണോ? അതോ ഐ വുഡ് പ്രിഫർ ടു ഹാവ് എ കപ്പ് ഓഫ് കോഫി ആണോ? ഇതിനകത്ത് ഏതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് നമ്മൾ താഴെ കമന്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്, കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഇനി വരെ നടക്കാൻ പോകുന്ന കേരള PSC എക്സാംസിന് വേണ്ടി നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഈ പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഇസ് എ സിനോണിം ഓഫ് അബണ്ടന്റ്? അബണ്ടന്റ് എന്ന് പറയുന്ന വാക്കിന് സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അബണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ധാരാളം എന്നർത്ഥമില്ല.
അപ്പൊ ധാരാളം എന്നർത്ഥം വരുന്ന വേറൊരു വാക്കിനകത്ത് ഏതാണ്? തന്റെ പ്ലെന്റിഫുൾ ആണ്. പ്ലെന്റിഫുൾ. ഇതാണ് കറക്റ്റ് ആൻസർ. പ്ലെന്റിഫുൾ. ഈ മേഗർ എന്ന് പറഞ്ഞാലും സ്കേഴ്സ് എന്ന് പറഞ്ഞാലും എന്താണ്? ദൗർലഭ്യം എന്നാണ് അർത്ഥം. അത് തന്നെയാണ് സ്പേഴ്സിന്റെ അർത്ഥം. അല്ലെ, കുറവ്. അല്ലെ, കുറവ് എന്നാണ് സ്പേഴ്സിന്റെ അർത്ഥം. മേഗർ സ്കേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? വിരളമായിട്ടുള്ളത്. അല്ലെ, എന്താണ്? വളരെ ദൗർലഭ്യമായിട്ടുള്ളത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ചോദിച്ചാൽ നമുക്ക് മേഗറോ സ്കേഴ്സോ സ്പാഴ്സോ ഒക്കെ എഴുതാം. പക്ഷെ ഇവിടെ സിനണിമാണ് ചോദിച്ചിരിക്കുന്നത്. സോ പ്ലെന്റിഫുൾ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ബെസ്റ്റ് ആന്റണി ഫോർ? ആക്ച്വലി ഈ ചോദ്യം തെറ്റാണ്. കാരണം മൈസേർലി എന്ന് പറയുമ്പോൾ വൈ അല്ല വേണ്ടുന്നത്, ഐ ആയിരുന്നു വേണ്ടുന്നത്. ഐ, മൈസേർലി. അല്ലേ? അപ്പം PSC ഈ പറയുന്ന 2020 നടത്തിയ ചില പരീക്ഷകളിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വളരെ എന്താണ്, അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. ഇവരൊന്നും പ്രൂഫ് ഒന്നും വായിക്കാതെയാണോ ഈ പരീക്ഷ നടത്തുന്നവരെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളിലേക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. പരീക്ഷ എഴുതുന്ന സമയത്ത് നമുക്ക് ആശയക്കുഴപ്പം വരും. നമ്മളിലാകെ നമ്മുടെ സമയം മെനക്കെടുത്തുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെയുള്ള തെറ്റൊക്കെ എന്നൊക്കെ പറയുന്നത്. നമുക്ക് തെറ്റാണെന്ന് അറിയാമെങ്കിൽ പോലും ആ പരീക്ഷാ സമയത്ത് നമ്മൾ ചിന്തിക്കും ഇങ്ങനൊരു വാക്കുണ്ടോ അല്ലേ എന്നൊക്കെ. കാരണം നമ്മൾ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാനായിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെയുള്ള തെറ്റ് കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ മാനസികാവസ്ഥയെ ബാധിക്കും. ഓക്കെ, അപ്പൊ അത് PSC മനസ്സിലാക്കണം. വളരെ പ്രൂഫ് റീഡിംഗ് ഒക്കെ നടത്തിയുള്ള ചോദ്യപേപ്പറെ നമ്മളിലേക്ക് തരാവൂ എന്ന് ഞാൻ PSCയോട് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ മൈസേർലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. MISERLY. അപ്പം ആന്റോണിം അങ്ങനെ ചോദ്യം അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലേ, അങ്ങനെ ആയിരിക്കും ആൻസർ. മൈസേർലി നമുക്കറിയില്ല, പിശുക്കുള്ളതെന്ന് അർത്ഥമില്ല. അപ്പൊ ലാവിഷ് ആയിട്ടുള്ള അർത്ഥത്തിലാണ് വരേണ്ടത്. അപ്പൊ അതേതായിരിക്കും? അവിടെ ജനറസ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ ആയി വരിക. അങ്ങനെ MISERLY ആയിരുന്നെങ്കിൽ. ഓക്കെ, അപ്പം ഈ പക്ഷേ PSC ഇങ്ങനെ സ്ഥിതിക്ക് ആൾക്കാർ ചലഞ്ച് ചെയ്തുകൊണ്ട് PSC എന്ത് ചെയ്തു? കട്ട് ചെയ്തു. ഇതും ഇല്ല. ത്രിഫ്റ്റി, ഗ്രീഡി, ഫ്രൂഗൽ എന്നൊക്കെ പറയുമ്പോൾ ആന്റണിമായിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, സോറി, ആന്റണിം അല്ല, സിനണിംസ് ആയിട്ട് എഴുതാം. ആന്റണിം ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. ആന്റണിം ജനറസ് ആണ്. സിനണിംസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ത്രിഫ്റ്റി, ഫ്രൂഗൽ, ഗ്രീഡി എന്നൊക്കെ നമുക്ക് എഴുതാം. അടുത്ത ചോദ്യം. ചൂസ് ദ വേർഡ് ദാറ്റ് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഹാർമോണിയസ്. ഹാർമോണിയസ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദ ഹാർമോണിയസ്, സൗഹൃദപരമായിട്ടുള്ള എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഒരുമയുള്ള, ഒത്തൊരുമയുള്ള എന്നർത്ഥമില്ല. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുമ്പോൾ കോൺകോർഡന്റ്, കോൺഗ്രസ് എന്നൊക്കെ പറയുമ്പോൾ ഇതേ അർത്ഥം തന്നെയാണ് വരിക. സൗഹൃദം എന്നൊക്കെ അർത്ഥമില്ല. മെലോഡിയസ് നമുക്കറിയാമല്ലോ, ശ്രുതിമധുരമായിട്ടുള്ളത്, കേൾക്കാൻ ഇമ്പമുള്ളത് എന്നാണ് മെലോഡിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക എന്തായിരിക്കും? പൊരുത്തക്കേട്, എതിർപ്പ് എന്നർത്ഥത്തിലുള്ള ഡിസ്കോർഡന്റ് ആണ് വരിക. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സെലക്ട് ദ വേർഡ് ദാറ്റ് ഇസ് മോസ്റ്റ് സിമിലർ ഇൻ മീനിങ് ടു എഫീമറൽ. എഫീമറൽ എന്ന് പറയുന്ന വാക്കിന്റെ അതേ അർത്ഥം നൽകുന്ന ഏത്? എന്താണ് എഫീമറൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഷോർട്ട് ലീവ്ഡ് എന്ന, താൽക്കാലികമായിട്ടുള്ളത്. അപ്പൊ അതായിരിക്കും ടെമ്പററി. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ലാസ്റ്റിങ്ങും എറ്റേണലും ഒക്കെ പറയാം. നീണ്ടു നിൽക്കുന്നത്, എന്ന് നിലനിൽക്കുന്ന അർത്ഥത്തിൽ. ഇനി ബ്രിറ്റിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്, ഈസിലി ബ്രേക്കബിൾ. അതാണ് ബ്രിറ്റിൽ. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ആൻസർ ടെമ്പററി. അടുത്ത ചോദ്യം. ഫൈൻഡ് ദ വൺ വേർഡ് ഫോർ ദ എക്സ്പ്രഷൻ ക്രേസ് ഫോർ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിനോടുള്ള ക്രേസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫ്ലോറിമാനിയ എന്ന് വിളിക്കും. എന്താണ്? ഫ്ലോറിമാനിയ. ഇതാണ് കറക്റ്റ് ആൻസർ. എന്താണ് ഹൈപ്പർമാനിയ? നമ്മൾ ഹൈപ്പർ ആവുക എന്നൊക്കെ പറയത്തില്ല. അതായത് പെട്ടെന്ന് മൂഡ് മാറുക, ഇങ്ങനെ ഇരിക്കും, ദേഷ്യം വരിക, പെട്ടെന്ന് സന്തോഷം വരിക, പെട്ടെന്ന് ചാടി എഴുതിട്ട് അങ്ങോട്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത മനസ്സുണ്ടല്ലോ, അങ്ങനെയുള്ള അതിനെ നമ്മൾ ഹൈപ്പർമാനിയ എന്ന് പറയുന്നത്. ക്ലെപ്റ്റോമാനിയ നമുക്കറിയാം, PSC നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ്? ടെൻഡൻസി ടു സ്റ്റീൽ, അല്ലെ? എന്തെങ്കിലും മോഷ്ടിക്കാനുള്ള ടെൻഡൻസി, അതിനാണ് ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്നത്. ഐഡലോമാനിയ എന്ന് ചേർത്ത് എന്താ? വിഗ്രഹ പൂജ, അല്ലെങ്കിൽ വിഗ്രഹ ആരാധന, അല്ലെങ്കിൽ വ്യക്തി ആരാധന, അല്ലെ? അതായത് എക്സ്ട്രീം ആയിട്ടുള്ള, വളരെ തീവ്രമായിട്ടുള്ള വ്യക്തികളെ ആരാധിക്കുന്ന രീതി, അതിന് നമ്മൾ ഐഡലോമാനിയ എന്ന് പറയുന്നു. അപ്പൊ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ 10 ചോദ്യങ്ങൾ നമ്മൾ നോക്കി. ഇനി നമുക്ക് 10 ചോദ്യങ്ങളൂടെ നോക്കാനുണ്ട്. അതെന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം പേപ്പറിലെ ആയിരുന്നു. അതെന്ന് പറയുന്നത് LD ക്ലർക്ക് വേരിയസ്, എറണാകുളം, വയനാട് 5/10/2024 നടന്ന പരീക്ഷയിലെ ചോദ്യം. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെയ്തർ മിസ്റ്റർ ഗുപ്താസ് സൺസ് നോർ ഹിസ് ഡാറ്റർ ഡാഷ് ടു ദ ജിം റെഗുലർലി. ഇതുപോലെ PSC നമ്മളിപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന നമ്മൾ ചെയ്ത ക്ലാസ്സുകൾ എടുത്ത് നോക്കുമ്പോൾ അറിയാം, ഈ നെയ്തർ നോർ വെച്ച് എത്രയോ പ്രാവശ്യം PSC ചോദിച്ചിരിക്കുന്നു, അല്ലെ?
ഇപ്പൊ നെയ്തർ നോർ അല്ലെങ്കിൽ എയ്തർ ഓർ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ആ ഓറിന് ശേഷം വരുന്ന അല്ലെങ്കിൽ ആ നോറിന് ശേഷം വരുന്നതിനെ നമ്മൾ പരിഗണിക്കണം. ഇവിടെ ഹിസ് ഡോട്ടർ ആണ്, അത് സിംഗുലർ ആണ്. അപ്പൊ ഇവിടെ സിംഗുലർ ആയിട്ടുള്ളതാണ് വരേണ്ടത്. ഇവിടെ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏതാ നോക്കുമ്പോൾ ഗോസ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം നെയ്തർ മിസ്റ്റർ ഗുപ്ത സൺസ് നോർ ഹിസ് ഡോട്ടർ ഗോസ് ടു ദ ജിം റെഗുലർലി. ഇനി അടുത്ത ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇഫ് ഷീ കോൾഡ് മീ. കോൾഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് V2 ഫോം ആണ്. സോ സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ നമുക്കറിയാം വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 ആണ് വരേണ്ടത്. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഏതാ നോക്കുമ്പോൾ വുഡ് അറ്റൻഡ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. എ ബോയ് ഹു ടോക്ക് ടു മീ, എ ബോയ് അല്ല ഡാഷ് ബോയ് ഹു ടോക്ക് ടു മീ യെസ്റ്റർഡേ ടേൺ ഔട്ട് ടു ബി മൈ ഓൾഡ് നെയ്ബേഴ്സ് സൺ. അപ്പൊ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ആ ബോയ്, ഏത് ബോയാ? എന്നോട് ഇന്നലെ സംസാരിച്ച ബോയ്. അപ്പൊ ആ ബോയ് എന്തായിരിക്കും? ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ബോയ് അല്ലെ? ആ ബോയ് എന്ന് വെച്ചാൽ നമുക്ക് പറയാം ആ ബോയ് ഇന്നലെ സംസാരിച്ച ബോയ്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ബോയ്. അപ്പൊ അങ്ങനെ ഡെഫിനറ്റ് ആയിട്ടുള്ളതിന്റെ മുന്നിൽ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ഡെഫിനറ്റ് ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത്. ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഏതാണ്? ദായാണ്. ഇതാണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി ഈ ബോയ് ആദ്യമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് നമ്മൾ ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. കാരണം ആ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയത്തില്ല അത് ആരാണ്. അപ്പൊ അത് ഇൻഡെഫിനറ്റ്. സോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസ് ആയ എയോ ആനോ ഉപയോഗിക്കണം. എയോ ആനോ ഉപയോഗിക്കുന്ന എന്തിനെ ആശ്രയിച്ച? ഈ പറയുന്ന വാക്കിന്റെ ആ വരുന്ന വാക്കിന്റെ തുടക്കത്തിലെ ഉച്ചാരണത്തെ അടിസ്ഥാനപ്പെടുത്തി, ഒരിക്കലും അക്ഷരത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ഉച്ചാരണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എയും ആനും ഉപയോഗിക്കേണ്ടത്. ഇവിടുത്തെ തുടക്കത്തിലെ ഉച്ചാരണം കോൺസണന്റ് സൗണ്ട് ആണെങ്കിൽ നമ്മൾ എയും, വവൽ സൗണ്ട് ആണെങ്കിൽ നമ്മൾ ആനും ഉപയോഗിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഇവിടെ അങ്ങനെ വിഷയം വരുന്നില്ല. കാരണം ഇന്നലെ കണ്ട അല്ലെ ഇന്നലെ എന്നോട് സംസാരിച്ച ബോയ് എന്നാ പറയുന്നത്. സോ അപ്പൊ ആ ബോയ് ഡെഫിനറ്റ് ആയി. സോ അതുകൊണ്ട് നമുക്ക് ദാ എന്ന് പറഞ്ഞ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. അടുത്ത ചോദ്യം നോക്കുക. ഐ വുഡ് റാദർ ഹാവ് ടീ ഡാഷ് കോഫി. അപ്പൊ ഐ വുഡ് റാദർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? വുഡ് റാദർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ദാൻ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. എന്നാൽ വുഡ് റാദറിന് പകരം പ്രിഫർ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ടു ഉപയോഗിക്കണം. ഓക്കെ, പ്രിഫർ വന്നു കഴിഞ്ഞാൽ ടു ആണ് ഉപയോഗിക്കേണ്ടത്. വുഡ് റാദർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ദാൻ ഉപയോഗിക്കണം. ഇപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം നോക്കുക. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഐ ആം ഓൾഡർ ദാൻ യു. ഓക്കെ, അപ്പം ഇത് പലപ്പോഴും PSC ചോദിച്ചിട്ടുണ്ട്. ഐ ആം വെച്ചുകൊണ്ട് നമ്മൾ നോക്കുക. അങ്ങനെ നമ്മുടെ സെന്റൻസ് ഐ ആമിൽ തുടങ്ങുകയും നമ്മുടെ സെന്റൻസ് പോസിറ്റീവ് ആവുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ ആയിരിക്കണം? ഒരിക്കലും ആമിൻ്റെ എന്ന് വരാൻ പാടില്ല, ആറിൻ്റെ എന്നേ വരാവും. ആറിൻറ്റ് ഐ എന്നേ വരാവും. ഓക്കെ, ആറിൻറ്റ് ഐ എന്നേ വരാവും. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്, ആറിൻ്റെ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഒരിക്കലും ആമിൻ്റെ ഐ നമ്മൾ എഴുതാൻ പാടില്ല. അടുത്ത ചോദ്യം നോക്കുക. ലിറ്റിൽ ആൻഡ് ഓൾവേസ് ഡാഷ് ടു ഹെർ ഓൾഡർ ബ്രദർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക. ലുക്സ് അപ് ടു, ലുക്സ് ഇൻ ടു, ലുക്സ് ഔട്ട്, ലുക്സ് അറൗണ്ട് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും ലുക്ക് അപ് ടു എന്ന് വെച്ചാൽ എന്താ? മുതിർന്നവരോട് നമ്മൾ വളരെ റെസ്പെക്ട് ചെയ്യുക, മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ അഡ്മയർ ചെയ്യുക എന്നാണ് ലുക്ക് അപ് ടു എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലുക്ക് ഇൻ ടു എന്ന് വെച്ചാൽ എന്താ? ഇൻവെസ്റ്റിഗേറ്റ് എന്ന, പരിശോധിക്കുന്നതിനെ നമ്മൾ ലുക്ക് ഇൻ ടു എന്ന് പറയുന്നു. ലുക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ശ്രദ്ധിക്കുക, നോട്ടീസ് എന്നാണ് ലുക്ക് ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലുക്ക് അറൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഏതെങ്കിലും ഒരു സ്ഥലത്ത് സന്ദർശിക്കുക, എന്നിട്ട് അവിടെയൊക്കെ നമ്മൾ ചുറ്റിക്കറങ്ങി കാണുന്നതിനെ നമ്മൾ ലുക്ക് അറൗണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഏതായിരിക്കും ആൻസറായി വരിക? നോക്കുമ്പോൾ എന്താ പറയുന്നത്? ആ ലിറ്റിൽ ആൻ, ആ ചെറിയ ആൻ, ഓൾവേസ് ഡാഷ്, എല്ലായ്പ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ഹെർ ഓൾഡർ ബ്രദറിനെ, അവളുടെ ഏറ്റവും മുതിർന്ന ബ്രദറിനെ ആദരവോടെ, റെസ്പെക്റ്റോടെയാണ് നോക്കിക്കാണാറുള്ളതെന്നാണ് ഒരു ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ആരാധനയോടെ അല്ലെങ്കിൽ അഡ്മയർ ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക എന്നർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് ഏതായിരിക്കും? ലുക്ക് അപ് ടു ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. പക്ഷേ നമ്മുടെ ക്വസ്റ്റിനകത്തൊരു പെശകുണ്ട്. കാരണം ഇവിടെ ടു ഓൾറെഡി തന്നിട്ടുണ്ട്. ആ ടു വേണ്ടായിരുന്നു ഇവിടെ. ലുക്ക് അപ് ടു എന്ന് വരുമ്പോൾ തന്നെ ഇവിടെ ടു ഓൾറെഡി ഉണ്ട്. പിന്നെ ഒരു ടു കൂടെ അദ്ദേഹത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഫ്രേസൽ വെർബ് എഴുതുന്ന സമയത്ത് ഈ അപ് ടു ഒരുമിച്ചല്ല എഴുതേണ്ടത്, അപ്പിന് ശേഷം സ്പേസ് കൊടുത്തിട്ട് എഴുതാവും. ഇവിടെ PSC അങ്ങനെ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. പക്ഷേ ആരും ചലഞ്ച് ചെയ്യാത്തതുകൊണ്ട് PSC ഇതിനെ നിലനിർത്തി ചെയ്യുകയും ഇത് എ എന്ന് പറയുന്നത് ആൻസർ ആക്കി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലുക്ക് അപ്പ് കഴിഞ്ഞിട്ട് സ്പേസ് വരണം. ഈ അപ് ടു എന്ന് ഒരുമിച്ചാകുമ്പോൾ അർത്ഥം എന്താ? വരെ എന്നർത്ഥം.
അപ്പം അങ്ങനെ ഒരു അർത്ഥമല്ല. ലുക്ക് അപ്പ് ടു, അപ്പും ടു ഇടയിൽ ഒരു സ്പേസ് വേണം, എങ്കിൽ മാത്രമേ നമ്മൾ പറഞ്ഞ അർത്ഥം ആകുകയുള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഡയാനാസ് ഷൂസ് വെർ ദ പെർഫെക്റ്റ് ഡാഷ് ടു ഹെർ എൻറ്റയർ ഔട്ട്ഫിറ്റ്. അപ്പം ഡയാനയുടെ ആ ഷൂ എന്തായിരുന്നു? അവളുടെ മൊത്തത്തിലുള്ള ഔട്ട്ഫിറ്റിന് പെർഫെക്റ്റ് ആയിട്ട് നിന്നു എന്നർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ ഏത് കോംപ്ലിമെൻ്റ് ആണ് വരേണ്ടത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ കോംപ്ലിമെൻറ്റുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നായിരുന്നു. കോംപ്ലിമെൻ്റ് രണ്ട് സ്പെല്ലിങ്ങിൽ പറയാം. ഒന്ന് COMPLIMENTയും അതേപോലെ COMPLEMENT. ഈ രണ്ട് കോംപ്ലിമെൻ്റ് നമ്മൾ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. COMPLIMENT കോംപ്ലിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനന്ദിക്കുക എന്നർത്ഥം. എന്നാൽ COMPLEMENT എന്ന് വെച്ചാൽ എന്താ? പൂർണ്ണമായത് എന്നർത്ഥമില്ല, അല്ലെ? പൂർണ്ണമായത് എന്നാണ് ഈ കോംപ്ലിമെന്റിന്റെ അർത്ഥം. ഇംപ്ലിമെന്റ് നമുക്കറിയാമല്ലോ, നടപ്പിലാക്കുക എന്നർത്ഥം ഇംപ്ലിമെന്റ്. ഇൻസ്ട്രുമെന്റ് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഇതിനകത്ത് ഏതായിരിക്കും വരണ്ടേ? ഇവിടെ പൂർണ്ണമാകുന്നു എന്നൊരർത്ഥം വരണ്ടേ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് വരണ്ടേ. ഓക്കെ, ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ കോംപ്ലിമെന്റും വരത്തില്ല, ഈ ഇംപ്ലിമെന്റ് വരത്തില്ല, ഈ ഇൻസ്ട്രുമെന്റും വരത്തില്ല. പകരം ബി എന്ന് പറയുന്ന ഓപ്ഷനായ കോംപ്ലിമെന്റ് ആണ് കറക്റ്റ് ഇവിടുത്തെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ദ കമ്പനി ഗീവ്സ് ബോണസ് ടു ഇറ്റ്സ് എംപ്ലോയീസ് ഓൺലി ഡാഷ് ബിക്കോസ് ദ മാനേജ്മെന്റ് ഈസ് നോട്ട് വെരി ജനറസ്. അപ്പൊ ഇത് ഇഡിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്ക്, എവരി നൗ ആൻഡ് ദെൻ, ടു മിസ് ദ ബോട്ട്, വൺസ് ഇൻ എ ബ്ലൂ മൂൺ, ടു സിറ്റ് ഓൺ ദ ഫെൻസ്. അപ്പൊ ഇതിന്റെ എല്ലാ അർത്ഥം അറിഞ്ഞാലേ നമുക്കിവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ് എവരി നൗ ആൻഡ് ദെൻ ചേർത്ത് എന്താ? ഓൾവേസ്, എല്ലായ്പ്പോഴും എന്നർത്ഥം. എന്നാൽ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ചേർത്ത് എന്താ? റെയർലി, വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതിന് നമ്മൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. ഇനി ടു മിസ് ദ ബോട്ട് എന്ന് വെച്ചാൽ എന്താ? അവസരം നഷ്ടപ്പെടുത്തുന്നതിനെയാണ് ടു മിസ് ദ ബോട്ട് എന്ന് പറയുന്നത്. ഇനി ടു സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മൾ നിഷ്പക്ഷത പാലിക്കുക, ഇരു വിഭാഗത്തോടും ലീനിയൻസി കാണിക്കാതെ നിഷ്പക്ഷത പാലിച്ച് ഒരഭിപ്രായം പറയാതിരിക്കുന്നതിന് നമ്മൾ ടു സിറ്റ് ഓൺ ദ ഫെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ദ കമ്പനി ഗീവ്സ് ബോണസ് ടു ഇറ്റ്സ് എംപ്ലോയീസ്. ആ കമ്പനി അവരുടെ എംപ്ലോയീസിന് ബോണസ് കൊടുക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ്. അത് കാരണം അവരുടെ മാനേജ്മെന്റ് എന്തല്ല, ഒരിക്കലും ജനറസ് അല്ല എന്ന്. അപ്പൊ അപൂർവങ്ങളിൽ അപൂർവമായിട്ട്, വളരെ റെയറായിട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ വരേണ്ട ഇഡിയം ഏതായിരിക്കണം? വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നുള്ള. ഇതാണ് കറക്റ്റ് ആൻസർ. സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് ഫ്രേസ് വിത്ത് എ സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദ ഫോളോയിങ്. നോക്കുക, സുസൻ ഡസൻറ്റ് ഗോ ടു ചർച്ച് ആസ് ഷീ കോൾസ് ഹെർസെൽഫ് ആസ് സമ്മൺ ഹു ഡസൻറ്റ് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. അപ്പൊ ഇവിടെ വൺ വേർഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന മാത്രം നോക്കുക. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സമ്മൺ ഹു ഡസൻറ്റ് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. അതായത് ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനെ വിശ്വസിക്കാത്ത ആൾക്കാരെ നമുക്ക് എന്ത് വിളിക്കാം? എത്തിയസ്റ്റ് എന്ന് വിളിക്കാം. ഇതാണ് കറക്റ്റ് ആൻസർ. ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. തിയസ്റ്റ് എന്ന് പറയുമ്പോൾ വൺ ഹു ബിലീവ്സ് ഗോഡ് എന്നർത്ഥമില്ല, തിയസ്റ്റ്. ഇനി പോളിതേസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ബഹുദൈവ ആരാധനയാണ് നമ്മൾ പോളിതേസ്റ്റ് എന്ന് പറയുന്നത്. അനേകം ദൈവങ്ങളെ ആരാധിക്കുന്നതിനെയാണ് പോളിതേസ്റ്റ്. അനേക ദൈവങ്ങൾ ഉദ്ദേശിച്ച പല മതത്തിലുള്ള ദൈവങ്ങളെ ആരാധിക്കുന്ന നമ്മൾ പോളിതേസ്റ്റ് എന്ന് പറയുന്നത്. ഈ പാൻതിയസ്റ്റ് എന്ന് ചേർത്ത് എന്താ? പ്രകൃതി തന്നെയാണ്, നേച്ചർ ഇറ്റ് സെൽഫ് ഈസ് ദ ഗോഡ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ നമ്മൾ പാൻതിയസ്റ്റ് എന്ന് വിളിക്കുന്നത്. നേച്ചർ ആൻഡ് യൂണിവേഴ്സ് ഇറ്റ് സെൽഫ് ആർ ദ ഗോഡ് എന്ന് പറയുന്ന ആൾക്കാരെയാണ് പാൻതിയസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ചോദ്യം അതൊന്നുമല്ല. ആ ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളെ എന്ത് വിളിക്കാം? എന്തായിരിക്കും? എത്തിയസ്റ്റ് ആയിരിക്കും. ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഇനി നമ്മുടെ ഈ ചോദ്യ പേപ്പർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ സെയിം മീനിങ് ആസ് കംപ്ലീറ്റ്? കംപ്ലീറ്റ് എന്ന് പറയുന്ന അതേ അർത്ഥം നൽകുന്ന വാക്ക് ഇതിനകത്ത് ഏതാണ്? ഈ ഹോളാണോ, ഈ ഹോളാണോ, ഈ ഹോളാണോ, ഹോളാണോ? ഏകദേശം ഉച്ചാരണം എല്ലാത്തിൻ്റെ ഒരേപോലെയാണ്, അല്ലേ? പക്ഷെ ഇവിടുത്തെ ഏതായിരിക്കും? നമുക്കറിയാം ഈ HOLE ഹോൾ നമുക്കറിയാം ദ്വാരം എന്നർത്ഥമില്ല, അത് വരത്തില്ല. ഈ HALL ഹോൾ എന്താണ്? നമുക്ക് മുറി എന്നർത്ഥമില്ല. HAUL ഹോൾ എന്താ? വലിയ ഭാരമുള്ള എന്തെങ്കിലും ശക്തിയായിട്ട് നമ്മൾ വലിക്കുന്നതിന് നമ്മൾ ഹോൾ എന്ന് പറയും. അപ്പോൾ കംപ്ലീറ്റ് എന്ന അർത്ഥം വരുന്നത് ഏതായിരിക്കും? WHOLE ഹോളാണ്. ഇതാണ് ഈ ചോദ്യത്തിലെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ പതിവ് പോലെ 20 ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ 20 ചോദ്യങ്ങൾ നമ്മൾ നോക്കി. 2 ചോദ്യപേപ്പർ ആയിരുന്നു നമ്മൾ നോക്കിയത്. 2 LD ക്ലർക്ക് നിലവാരത്തിലുള്ള ചോദ്യപേപ്പർ ആയിരുന്നു. ഓക്കെ, ഒന്ന് വേരിയസും അടുത്ത് ബൈ ട്രാൻസ്ഫറുമായിട്ടുള്ള പരീക്ഷയിൽ നടത്തിയ ചോദ്യങ്ങളായിരുന്നു. നമ്മൾ എല്ലാ ക്ലാസ്സിലും അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ചോദ്യപേപ്പറിൽ ഒരു ചോദ്യം നമ്മൾ തരും.
അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതിന് ഈ ക്ലാസ്സിൽ തന്നിരിക്കുന്ന ചോദ്യമാണിത്. നിങ്ങളതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.